ഇനി ക്വസ്റ്റ് നമ്പർ 8 നോക്കാം. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ പെൻഡഗണൽ പ്രിസം ഓഫ് ബേസ് എഡ്ജ് ലെങ്ത് 30 mm ആൻഡ് ആക്സിസ് ലെങ്ത് 65 mm വിച്ച് ഈസ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ്. അസ്യൂം ദാറ്റ് ദ ആക്സ് ഓഫ് ദ സോളിഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ വൈൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ പെൻഡഗണൽ പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് പ്രിസം, അതിൽ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചിട്ടുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സ്റ്റേണൽ പ്രിസത്തിൻ്റെ ലൈയിങ് ഓൺ ഗ്രൗണ്ട്, ഇതാണ് ലൈയിങ് ഓൺ ഗ്രൗണ്ട്, ഇതല്ല, ഇത് തന്നെ എക്സഗണൽ പ്രിസം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെൻഡഗണൽ പ്രിസം ചോദിച്ചു. അപ്പോൾ എക്സ്റ്റേണൽ പ്രിസത്തിനേക്കാൾ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ. ഒരു പോയിന്റ് കുറഞ്ഞ് കിട്ടിയില്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വരച്ച് പോയിട്ടുണ്ടാവും, ഇതല്ല, ഇത് റെസ്റ്റിംഗ് ഓൺ ബേസ് ആണ്, ഇത് റെസ്റ്റിംഗ് ഓൺ റെക്ടാങ്കുലർ ഫേസ്. അങ്ങനെ റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്തിട്ട് ആക്സിസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയാലും ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആയാലും ആൻസർ സെയിം ആണ്. ബട്ട് ഇവിടെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് തന്നെ തന്നു. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലാണ് ഇങ്ങനെ പെൻഡഗൺ കാണുക, ടോപ്പ് വ്യൂവിൽ കാണുക ഈ റെക്ടാങ്കിളാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഓപ്പോസിറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്നൊന്നും ആൻസർ കീയിലില്ല, അതൊക്കെ ഫൈനൽ ആൻസർ കീയിൽ വരുമായിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ പെൻഡഗൺ വരയ്ക്കുക. പെൻഡഗൺ വരയ്ക്കുമ്പോൾ ഈ എഡ്ജ് എക്സ് വൈ ലൈന് പാരലായിരിക്കണം. ഇങ്ങനെയൊന്നും പെൻഡഗൺ വരച്ചാൽ മാർക്ക് കിട്ടില്ല. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ ഈ ഫേസ് എഡ്ജാണ്, ഫേസ് അല്ല. നമ്മൾ റെസ്റ്റിംഗ് ഓൺ ലൈയിങ് ഓൺ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ്, അത് ഇങ്ങനെയാണ്. ഓക്കെ, ഫേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫേസ് എന്നാണ്. അപ്പോൾ ഇത് തന്നെ വരയ്ക്കണം. അങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ 5 മാർക്സ് ഓർ 6 മാർക്സ് ഇത്രയാണ്. ഡ്രോയിങ് സിമ്പിൾ പൊസിഷൻ 6 മാർക്സ് കിട്ടും. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്സ് കിട്ടും. ഐസോമെട്രിക് പ്രൊജക്ഷനാണ്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. 15 ഡിഗ്രി 45 ഡിഗ്രിയിൽ മാക്സിമം ലെങ്ത് 65 വരുന്ന രീതിയിൽ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. പെൻഡഗണൽ പ്രിസത്തിനെ നമ്മളിങ്ങനെ ഒരു ബോക്സിലേക്ക് കൊണ്ടുവന്നു. ആ ബോക്സിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ പെൻഡഗൺ കൊണ്ടുവന്നാൽ മതി. അത് ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള 3D ആണ് വേണ്ടത്, ഇതല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ആൻസർ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വരയ്ക്കണം, 2 ഡയറക്ഷനിലോട്ട് വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം. ഇതിൽ പെൻഡഗൺ കൊണ്ടുവരിക. ഓക്കെ, അതേപോലെ ഇവിടെയും ഈ ഫേസിലും പെൻഡഗൺ കൊണ്ടുവരിക. അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലും ഈ ഡയറക്ഷനിലൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയും നമുക്കിത് കംപ്ലീറ്റ് ആയത് ഇവിടെ പെൻഡഗൺ വരച്ചിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. 30 ഡിഗ്രി ഒരു ഡയറക്ഷനിൽ 30 ഡിഗ്രി പിന്നെ വെർട്ടിക്കൽ ലൈൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ PSDA എന്ന് പറയുന്ന ഈ ബോട്ടം കാണുന്ന ഈ ലൈൻ അത് എക്സും വൈ ആണ്. ഇത് എക്സ് ഡയറക്ഷനാണ്, ഇത് വൈ ഡയറക്ഷനാണ്, ഇത് സെഡ് ആണ്. എക്സും വൈയും 30 ഡിഗ്രി ഇങ്ങനെ ഉണ്ടാവും, സെഡ് വെർട്ടിക്കലായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ് 30 ഡിഗ്രി എടുത്തിട്ട് വൈ 30 ഡിഗ്രി എടുത്തിട്ട് ഇതിനൊക്കെ കൺവേർട്ട് ചെയ്ത് ലെങ്ത് എടുക്കണേ. എന്നിട്ട് ഈ റോംബസ് വരച്ചിട്ട് സെഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ്, ഈ ഹൈറ്റ് ഇവിടെ പെൻഡഗൺ എന്തായാലും വരയ്ക്കണം. എന്നിട്ട് അതിനെ ബോക്സ് ചെയ്യണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക തന്നെ വേണം. ടോപ്പ് വ്യൂ വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. എന്നിട്ട് അതിൽ പെൻഡഗൺ മാർക്ക് ചെയ്യുകയും വേണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഹൈറ്റ് കൊടുത്തിട്ട്, അതായത് ഇത് സെഡ് കൊടുത്തിട്ട് സെഡ് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണേ. 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഐസോമെട്രിക് സ്കെയിലിൽ എടുത്തിട്ട് ഇങ്ങനെ ബോക്സ് വരയ്ക്കാം. അല്ലെങ്കിൽ ആദ്യം ലൈന് വരച്ചിട്ട് ആദ്യം സെഡ് വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് സെഡ് വെർട്ടിക്കലാണ്, സെഡ് വെർട്ടിക്കൽ എടുത്തു. ഓക്കെ, ഇനി ഇതാണ് എക്സ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എക്സ് 30 ഡിഗ്രി എടുത്തു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ ഇത് എക്സ്, ഇത് സെഡ്, ഇത് വൈ എടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ബോക്സ് ഇങ്ങനെ ലൈയിങ് ഓൺ റെക്ടാങ്കുലർ ഫേസ് വരുന്ന രീതിയിൽ വരച്ചിട്ട് എന്നിട്ട് അതിൽ പെൻഡഗൺ മാർക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഞാനിവിടെ ചെയ്യുന്നത് ഈ 2 ഡാഷ് 3 ഡാഷ് 2 3 വെർട്ടിക്കലായിട്ട് എടുക്കുന്നു. അത് ഇത് സെറ്റാക്കി എടുക്കുന്നു. ഇത് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ് 30 ഡിഗ്രി ഇങ്ങനെ ഉണ്ടാവും, സെഡ് വെർട്ടിക്കലാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ SD ഇത് വൈ ആണ് അല്ലേ, വൈ ആണ്, വൈ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 30 ഡിഗ്രി എടുത്തിട്ട് ഇവിടെയും ഹൊറിസോണ്ടലായിട്ട് 30 ഡിഗ്രി എടുത്ത് ഹൊറിസോണ്ടലായിട്ട് 30 ഡിഗ്രി എടുത്ത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൽ 2 2 മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ലെങ്ത്താണ് എടുക്കേണ്ടത്, 65 ആണ് എടുക്കേണ്ടത്. ബട്ട് ഇത് 65 ×
0.816 ആണ്. അതേപോലെ നേരത്തെ എടുത്ത ഈ ഹൈറ്റിനെ കൺവേർട്ട് ചെയ്യണം. അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് ഉണ്ട്, ഈ മാർക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, 0.816 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ ഈ മാർക്ക് ചെയ്തോ, എന്നിട്ട് 0.816 കൊണ്ട് കാൽക്കുലേറ്ററിൽ കറക്റ്റ് ലെങ്ത് എടുത്ത് ചെയ്തോ. കാരണം ഈ മാർക്ക് ചെയ്യുമ്പോൾ 45 ഡിഗ്രി പാരലൈൻ വരയ്ക്കുമ്പോൾ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കാതെ കൺവേർട്ട് ചെയ്ത ലെങ്ത് എടുത്ത് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് പെൻറ്റഗൺ മാർക്ക് ചെയ്യണം. പെൻറ്റഗൺ മാർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. 1B ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുമ്പോൾ അതിനെയും ഇവിടെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കണ്ടോ, ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇവിടത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ B കണ്ടു, ആ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും C. ഓക്കെ, 2C കണ്ടു. പിന്നെ ഈ ഡിസ്റ്റൻസ് അത് ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ട് ഇവിടെ D കണ്ടു, അത് തന്നെയായിരിക്കും A കണ്ടു. ഇനി 4E' ഈ ഡിസ്റ്റൻസ് അതും ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് E കണ്ടു. ഇത് തന്നെ ഇപ്പുറത്തും PQRS റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്യുക. കാരണം B കാണുമ്പോൾ തന്നെ Q കാണുക, C കാണുമ്പോൾ തന്നെ R കാണുക, അതൊക്കെ സെയിം ആണ്. A കാണുമ്പോൾ തന്നെ P കാണുക, D കാണുമ്പോൾ തന്നെ S കാണുക, E കാണുമ്പോൾ തന്നെ T കാണുക. ഒരുമിച്ച് ചെയ്യുക, 2 പ്രാവശ്യം ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഈ രണ്ടിടത്തിലും പെൻറ്റഗൺ ലൊക്കേറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നു. ഈ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ആണ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് ഫേസ് ആയിട്ടുള്ള ABCD ഇത് വിസിബിൾ ആയിരിക്കും. ഇത് ബാക്ക് ഫേസ് ആണ്. ബാക്ക് ഫേസിലെ ഇത്രയും പോർഷൻസ് ഡാഷ് ലൈൻ ആയിരിക്കും. ഇത് ഔട്ട്ലൈൻ ആണ്, ബൗണ്ടറി ആണ്, അത് വിസിബിൾ ആയിരിക്കും. ഈ ലൈൻ ഡാഷ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 6 മാർക്സ്. ഐസോമെട്രിക് സ്കെയിലിന് എത്രയാണ് മാർക്ക് കൊടുത്തത് നോക്കാം. ഐസോമെട്രിക് സ്കെയിലിന് 2 മാർക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ S2 എക്സാമിൻ്റെ ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ ഇതിന് 4 മാർക്സ് ഉണ്ടായിരുന്നു. ഇവിടെ 2 മാർക്സ് ആണ്. 10 മാർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ്. 2 മാർക്ക് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. ഇങ്ങനെയാണ് ഡ്രാഫ്റ്റ് വന്നത്. ഫൈനൽ അല്ല, വ്യത്യാസം ഉണ്ടാവും. ഫൈനൽ വന്നിട്ട് നമുക്ക് നോക്കാം.